ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് ആമിയിലെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികളാണ് ഈ വീഡിയോയിൽ. രാവിലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേശിങ്ങനാടി പോയപ്പോൾ അവിടെ ഇന്ന് സ്കാനിങ് ഇല്ല. അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ തന്നെ അഡ്വഞ്ചർ പാർക്കിലെത്തി. കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്ക് അറിയാത്ത ആരും ഇല്ലല്ലോ. 9:30 ആയപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. അപ്പോഴാണ് അറിയുന്നത് 10 o'clock ഇവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ടിരുന്നു. 10 മണിയായപ്പം ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ അകത്തേക്ക് കയറി. ആരുമില്ലാത്ത അഡ്വഞ്ചർ പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടികളുടെ ചെറിയ ചെറിയ ഗെയിംസും റൈഡ്സും ഒക്കെ റെഡിയായി വരുന്നതേ ഉള്ളായിരുന്നു. 1-2 കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ തന്നെ ഇത് നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാർട്ടാവാൻ കുറച്ച് സമയമെടുത്തു. ഈ ഒരു പ്രോസസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നൊരു കാര്യം, അഡ്വഞ്ചർ പാർക്കിൽ ആരെങ്കിലും കുരങ്ങനെ കണ്ടിട്ടുണ്ടോ? ദേ അവിടെ നോക്കിക്കേ, ഒരു കുരങ്ങൻ. ആദ്യമായിട്ടാണ് ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ കുരങ്ങനെ കാണുന്നത്. എന്താണോ എന്തോ ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ നേരം അവിടെ ഇരുന്നില്ല. ആളുമില്ല, ഭയങ്കര കൊതുകുമാണ്. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ കാണാൻ അഡ്വഞ്ചർ പാർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലാണ് ഞാൻ അടുത്തതായിട്ട് ഇനി പോകുന്നത്. നമ്മുടെ സ്വന്തം കല്ല് സോഡ കുടിച്ചില്ല. ഈ ചൂടത്ത് നല്ലൊരു പാൽ സർബത്ത് അങ്ങ് കുടിച്ചു. ഈ ചെരുപ്പ് കട കൊല്ലത്ത് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ നെയ്യല റെസ്റ്റോറൻറ്റിലാണ്. ഒരു 11:45 ആയപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോഴാണ് അമ്മയും വീട്ടുകാരും എല്ലാവരും പറയുന്നത് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് സലാഡും ലൈം ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കെ എല്ലാവരും വന്നു. ഞങ്ങളൊരു സദ്യ ഓർഡർ ചെയ്തു, ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തു. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഈവൻ സീ ഫുഡ് ചട്ടിച്ചോറ് അത് ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെന്തായിരുന്നു, പെപ്പർ ചിക്കൻ അത് ഓർഡർ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ലാസ്റ്റ് നമ്മളെല്ലാവരും ഓരോ ലൈം ജ്യൂസിൽ നിർത്തി. ആശ്രാമത്തിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്ന നെയ്യല റെസ്റ്റോറൻറ്റ് ഭയങ്കര വർത്താണ്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര തിരക്കില്ലാണ്ട് റോഡൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇറങ്ങി. രാത്രി വീണ്ടും ഇറങ്ങുകയാണ്. ഈ വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ ചിന്നക്കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ റെയിൽവേ ക്രോസിൻ്റെ ഓവർ ബ്രിഡ്ജ് വഴിയാണ്. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടാട്ടോ പോകുന്നേ. സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദേ നമ്മുടെ ക്ലോക്ക് ടവർ. കൊല്ലത്ത് ഈ ക്ലോക്ക് ടവർ കാണുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമാണല്ലോ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം RP മാളിലാണ്. എൻ്റെ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട്. ദേ ഇവനാണ് അവൻ വരുമ്പോൾ എന്നും ഈ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാറുണ്ട്. നമ്മൾ കോയിനൊക്കെ കളക്ട് ചെയ്തു. ഈ ഒരു കാര്യം കണ്ടപ്പോൾ അവൻ കുറച്ച് ട്രിഗറായെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയിരുന്നു. 300 രൂപയ്ക്ക് 5 കോയിനും 500 രൂപയ്ക്ക് 10 കോയിനുമാണ് കിട്ടുന്നത്. അങ്ങനെ അവൻ ഓരോ കോയിൻ തീർക്കുന്ന ധൃതിയിലാണ്. ദേ ആദ്യം തന്നെ ഈ ഒരു ഗെയിമാണ് കളിച്ചത്. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്നെക്കൊണ്ട് എപ്പോഴും ഇവിടെ വരാറുണ്ട്. പിന്നെ വലിയവർക്കുമുള്ള ഗെയിംസൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണ്, എന്നാലും വലിയവർ ഇത് കളിച്ച് അവർക്ക് പിന്നെ അതൊരു ഹരമായി. പിന്നെ നമ്മൾ നേരെ പോയത് ഷൂട്ടിങ്ങിലാണ്. അവൻ ആദ്യം തന്നെ ദേ ഇപ്പം നോക്കിക്കോ, ഒരു ബലൂൺ പൊട്ടിച്ചിട്ടുണ്ട്. മിടുക്കൻ. ആൾക്ക് ഭയങ്കര ജാടയൊക്കെ ആയിട്ടുണ്ട് ഈ ബലൂൺ പൊട്ടിച്ചതിൽ. പിന്നെ എല്ലാവരും അത് ട്രൈ ചെയ്തു. പിന്നെ അടുത്ത ഗെയിം. അവിടെ പിന്നെ ഗെയിമിന് പഞ്ഞൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഫൺ ടൂർ അത്രയൊന്നുമില്ല, എന്നാലും ഉണ്ട്. ആളിതിൽ കയറിയപ്പോൾ എന്തോ ജിന്ന് കയറിയ പോലായിരുന്നു. പിന്നെ നമ്മളൊരു VR ഗെയിം എക്സ്പീരിയൻസ് ചെയ്തു. അവനത് ഭയങ്കര ഇഷ്ടമായി. അതിൽ കുറേ ഗെയിംസ് ഉണ്ട്, നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാം. ദേ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കുകയാണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ. ആൾ കളിച്ച് പിന്നെ കുറച്ച് ഹരം കയറിപ്പോയി. ഭയങ്കരമായിട്ട് ആൾ ആ ഗെയിമിലായിപ്പോയി. അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ട്, മോനെ ഇത്ര ഹരം വേണ്ട, പതുക്കെ കളിച്ചാൽ മതി, അതെവിടെയും പോയില്ല, നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവൻ വേറെ ഇതിൽ ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഗെയിം ഏരിയയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കോർട്ടിലോട്ട് വന്നു. അറിയാലോ RP മാളിൽ വലിയ ഫുഡിങ് സ്പോട്ടൊന്നും ഇല്ല.
ഞാൻ പണ്ട് സ്വിഗ്ഗിയിൽ നിന്നൊരു സ്വീറ്റ്സോ എന്ന് പറയുന്നൊരു ബേക്കറിയിൽ നിന്ന് ഞാൻ ഒരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്വീറ്റ്സോ ഇവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ 2 ഫലൂഡയും ഒരു വേഫേഴ്സ് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാനാ, ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്കത്ര ഇഷ്ടമായില്ല. അന്ന് മേടിച്ചതിൻ്റെ 7 എഴുത്ത് വന്നില്ല. നോട്ട് റെക്കമെൻഡിങ്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു. RP മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. മലബാർ ഗോൾഡൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം അടച്ചോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ എല്ലാവരും ഒരു ഞായറാഴ്ചത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാം. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.